ഹായ് മക്കളെ, ഈ വീഡിയോ ശരിക്ക് ഞാൻ സുഹൈൽ സാറായിട്ട് ബെറ്റും വെച്ചിട്ട് ഇറക്കിയ വീഡിയോ കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2കാർക്ക് ഒരു നല്ല മോട്ടിവേഷൻ സ്റ്റഡി പ്ലാൻ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ സുഹൈൽ സാർ പറഞ്ഞത് എന്ത്, നമുക്കൊരു ഫുൾ ഇയർ പ്ലാൻ അങ്ങോട്ട് കൊടുക്കാം. സുഹൈൽ സാർ പോടി ചങ്ങായി, ഫുൾ ഇയർ ഒന്നും കുട്ടിയൊക്കെ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യും ആ ഓഗസ്റ്റിലെ മാത്രം ഓഗസ്റ്റിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. +2ൽ ഒരുപാട് കുട്ടികളുണ്ട്. എന്ത് ഫുൾ ഇയർ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ആദ്യം ഓർക്ക് എന്ത് ചെയ്യാം, ഒരു ടെൻഷൻ ഫ്രീ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓഗസ്റ്റിൽ പ്ലാൻ ചെയ്യാനാണ്. സോ ഇല്ല, വീഡിയോക്ക് വ്യൂ ഉണ്ടാവില്ല, ഞാൻ വന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ഇത്തവണ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മതി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എജ്യൂപോർട്ട് ഈ +2 ചാനൽ ഇപ്പോൾ വരുന്ന ഒരു ആവറേജ് വ്യൂ ഉണ്ട്, അതിൻ്റെ ഒരു ഡബിൾ എങ്കിലും ആക്കിയിട്ട് എന്ത് ചെയ്യണം, എനിക്ക് സുഹൈൽ സാറോട് കാണിച്ചു കൊടുക്കണം. ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് എന്താണ് ഇപ്പോൾ +2ൽ ബാക്കിയുണ്ട്. അതിൻ്റെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റിലെ സ്റ്റഡി പ്ലാനൊക്കെ തരും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കി, ഓൾറെഡി നിങ്ങളുടെ ജൂലൈ കഴിഞ്ഞു അല്ലേ, നിങ്ങളൊരു മെയ് എൻഡിൽ അല്ലെ ജൂൺ തുടക്കത്തിൽ +2 തുടങ്ങുമ്പോൾ നിങ്ങൾ തീരുമാനിച്ചല്ലേ ഇത്തവണ ഉഴപ്പില്ല, ഫുള്ള് സ്ട്രാറ്റജി ആയിരിക്കും എന്നുള്ളത്. ജൂണും കഴിഞ്ഞു, ജൂലൈയും കഴിഞ്ഞു, ഇപ്പോൾ ഓഗസ്റ്റ് എത്തിക്കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഓഗസ്റ്റ് മുതൽ അടുത്ത നിങ്ങളുടെ മാർച്ച് വരെയുള്ള മൊത്തം ഒരു ടൈം ലൈൻ, ഓരോ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, അതെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. അതിനുശേഷം എന്താ ഓഗസ്റ്റിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഒഫീഷ്യൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം വ്യൂ ഈ വീഡിയോ വാങ്ങിത്തരണം. ഞാൻ ഇതുവരെ നിങ്ങളോട് വ്യൂവിന് വേണ്ടി ഞാൻ ഇറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് സുഹൈൽ സാർ മുന്നിലുള്ള. ഓക്കെ, റെഡി, അപ്പോൾ തുടങ്ങാം അല്ലേ. അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കാം. അതായത് സെപ്റ്റംബർ, നവംബറിൽ ഓൺ എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടല്ലോ പഠിച്ചോൻ, അതും മാർച്ചിൽ +2ൻ്റെ കൂടെ എല്ലാം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഞാൻ നിങ്ങളോട് +2 പഠിക്കുന്ന ആളല്ല, പക്ഷേ എന്നാലും എന്താണ് നിങ്ങളെ കാര്യം ഓർത്തിട്ട് ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം, എനിക്കതൊന്നും അറിയണമെന്നുണ്ട്. അതായത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ടാക്കിൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്താണ്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 4ൽ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ എന്താണ്, ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സാറേ, അല്ലെങ്കിൽ എന്താ എനിക്കൊരു ടെൻഷനും ഇല്ല, ആൻഡ് മൂന്നാമത്തെ എന്താ എഴുതുന്നില്ല, ഞാൻ എഴുതുന്നില്ല, അപ്പോൾ പിന്നെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാലാമത്തെ സാറേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ABCD എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. മാർച്ചിൽ നിങ്ങൾ +2 എഴുതുമ്പോൾ +1 പഠിച്ച 3 വിഷയങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവും. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൊത്തം ഒന്ന് ഇയർ നോക്കാം. ഇതാണ് മക്കളെ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യം. കണ്ടില്ലേ, അത് ഓഗസ്റ്റിൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്, സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ വരുന്നുണ്ട്. സെപ്റ്റംബറിൽ ഓണപ്പരീക്ഷ ഉണ്ട്. പിന്നെ ഒക്ടോബർ, നവംബറിൽ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എവിടെയോ ആയിരുന്നു നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇത്തവണ ഇല്ല. അത് കഴിഞ്ഞിട്ടോ ഡിസംബർ മുതൽ അങ്ങോട്ട് എന്താണ് ഫുള്ള് ബഹളം തന്നെയാണ്. കാരണം എന്താ, ഡിസംബറിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഉണ്ടാവും. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യും, ലാബിൻ്റെ ബഹളങ്ങൾ കൊടുക്കും. റെക്കോർഡ് എഴുത്ത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാബ് ഒരുവിധം സെറ്റിലായി തീരുമ്പോൾ മിക്കവാറും മോഡൽ എക്സാമിൻ്റെ ഒരു 2-3 ദിവസം മുമ്പാണ് നിങ്ങൾ എല്ലാ ലാബും തീരുക. അത് കഴിയുമ്പോഴത്തേക്ക് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. ആൻഡ് മോഡൽ എക്സാം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നമ്മളുടെ ഫൈനൽ എക്സാം ഉണ്ടാവും. ആൻഡ് ഇത്തവണ ഫൈനൽ എക്സാം ഒറ്റയ്ക്കല്ല വരാൻ പോകുന്നത്, നിങ്ങളുടെ +1ലെ ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ എങ്ങനെയായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്ലാനിങ് എന്നുള്ളതാണ് കാര്യം. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഇയർ പ്ലാൻ ഇവിടെ ഉള്ളത്. ഇത് എങ്ങനെ നിങ്ങൾ പഠിക്കണം, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അടിക്കേണ്ട. ആദ്യം ഞാൻ എന്ത് ചെയ്യാം, മൊത്തം ഒരു ഓവർലൈൻ ചെയ്ത് തരാം. ഓവർലേ ആയിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതിനുശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 4-നാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ തുടങ്ങാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എന്തായിരിക്കും, ഏകദേശം ഒരു 30 ദിവസം അല്ല 25 ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് ഓണപ്പരീക്ഷയ്ക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതുവരെ ഓണപ്പരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല +2ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സ്പെഷ്യൽ വീഡിയോ ചെയ്തു തരും. അപ്പം അതേത് ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഈ ഓഗസ്റ്റിൽ ഈ ഒരു മാസം നിങ്ങൾ മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ഓണപ്പരീക്ഷ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. എന്ന് മാത്രമല്ല എത്ര ചാപ്റ്റേഴ്സാണ് ഓണപ്പരീക്ഷയ്ക്കുള്ളത് അത് പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. പിന്നീട് അങ്ങോട്ട് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ല? അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്
ഈ മാസം കൊണ്ട് ഓണപ്പരീക്ഷ ടോപ്പിക്കുകൾ നല്ല വൃത്തിയിൽ പഠിക്കാനുള്ള. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഞാൻ എൻട്രൻസ് നോക്കുന്ന, നീറ്റും ജെയും നോക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ CUT നോക്കുന്ന കുട്ടികളെ പരിഗണിക്കുന്നേ ഇല്ല. അതെന്ത് ചെയ്യും, മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, സാർ എൻട്രൻസിൻ്റെ സ്പെഷ്യൽ വീഡിയോ വേണമെന്നുള്ളത്. കാരണം എന്താ, നിങ്ങളെ കാര്യം ഇതിനേക്കാൾ കുറച്ചും കൂടെ എന്താണ് ഡിഫിക്കൽട്ടാണല്ലേ. സോ അത് പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒക്ടോബറും നവംബറും എന്ത് ചെയ്യാം, നല്ല ചില്ലാക്കി, അല്ലെ ഒക്ടോബർ നവംബറിൽ ഒരു പകുതി വരെയും ചില്ലാക്കി, നവംബർ പകുതി മുതൽ നിങ്ങൾ പഠിച്ച ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ അതോടുകൂടി നിങ്ങളെ പോകുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അങ്ങനെ തന്നെ കൊള്ളാം. കാരണം ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ പറയുന്ന എക്സ്പീരിയൻസിൻ്റെ പുറത്താട്ടോ. ഇപ്പോൾ ബിടെക് പഠിച്ച കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ, ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലാണ് ആ ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ എഴുതുക. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സെക്കൻഡ് ഇയർ തന്നെ മര്യാദയ്ക്ക് പഠിക്കാനുണ്ടാവും, അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പൊട്ടും, പിന്നെ തേർഡ് ഇയറിൽ വീണ്ടും ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ അതിന് ഈ 2 മാസം നിങ്ങൾ ഉഴപ്പുക എന്നുള്ളൊരു പ്ലാൻ ഇല്ല. അതായത് ഓൾമോസ്റ്റ് ഒരു നവംബർ 15 നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 3 സബ്ജക്റ്റ് ആയിരിക്കും, ചില ആൾക്കാർ മാത്സ് മാത്രം ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ആ ഒരു സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കും. ഓക്കെ. ആൻഡ് നവംബർ 15 മുതൽ നമ്മൾ എന്ത് ചെയ്യും, +1 ഒക്കെ മാറ്റി വെച്ച് ക്രിസ്മസ് എക്സാം പഠിക്കും, നേരത്തെ ഓണ പരീക്ഷ പോലെ തന്നെ. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തായിരിക്കും, ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ +2ൽ എന്താണ്, ക്രിസ്മസ് വരെയുള്ള പോർഷൻസ്, അതായത് ഏകദേശം എന്താണ് ഒരു 75% നമ്മൾ തീർത്തിട്ടുണ്ടാവും, ഒരു 75% +2 തീർത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻ്റ് എന്താണ്, നമ്മൾ 100% തീർത്തിട്ടുണ്ടാവും. എന്ത്, ഈ ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ലാബിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്നും കൂടെ ഇങ്ങനെ റിവൈസ് ചെയ്യുക. പുതിയ ചാപ്റ്റേഴ്സൊക്കെ മെല്ലെ മെല്ലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ്. മെല്ലെ മോഡൽ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. പുതുതായിട്ടുള്ള +2ലുള്ള ബാക്കി ടോപ്പിക്കുകളും സൈഡിൽ കൂടെ പഠിക്കാം. അധികം ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് മോഡൽ എക്സാം എഴുതാം. ആൻഡ് അതിനുശേഷമുള്ള നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ. ഇതായിരിക്കണം പ്ലാൻ. ഈ പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ ക്വിക്ക്ലി റിവൈസ് ചെയ്യാൻ പോവാണ്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഓണപ്പരീക്ഷ നല്ല സെറ്റാക്കി പഠിക്കും. ഓണപ്പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കും. ഒരു നവംബർ 15 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പഠിച്ച് തീർക്കും. ആൻഡ് നവംബർ 15 ശേഷം നമ്മൾ എന്താണ്, ക്രിസ്മസ് എക്സാമിന് പഠിക്കും. അപ്പോഴത്തേക്ക് ക്രിസ്മസ് എക്സാമും കൂടെ കഴിയുമ്പോഴത്തേക്ക് +2 75%, +1 ഫുള്ളും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ തീർക്കും. പിന്നെ ലാബിൻ്റെ കൂടെ നമ്മൾ എന്താണ്, ഈ പഠിച്ചത് റിവൈസ് ചെയ്യും, പുതിയ ചാപ്റ്റേഴ്സ് നോക്കും, മോഡൽ എക്സാമും മര്യാദയ്ക്ക് എഴുതും, ഫൈനൽ എക്സാം വിത്ത് ഇമ്പ്രൂവ്മെൻറ്റും എഴുതും. ഈ എഴുതിയ മുഴുവൻ പരീക്ഷകളിലും A+ അല്ല ഫുൾ മാർക്ക് നമ്മൾ നേടുക തന്നെ ചെയ്യും. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി, ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ തുടങ്ങുന്നുള്ളത്. ആ ഒരു തീരുമാനം നിങ്ങൾ ഒന്ന് കണ്ണടച്ചിട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സാറേ ഞാൻ ഇന്ന് മുതൽ തുടങ്ങുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ, അത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. അത് നമ്മളൊരു കാര്യം ഒരു തീരുമാനിച്ച ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ കമൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അത് സെറ്റായി നിൽക്കും, അത് റെഡിയായി നിൽക്കും. അപ്പോൾ എന്തായിരിക്കും, നിങ്ങളോട് മെല്ലെ കളിക്കുമ്പോൾ പറയും, എടാ നീ എല്ലാം എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സുഹൈൽ സാറിനെതിരെ എന്നെ വിജയിപ്പിക്കുക. ശരി.